Therefore, I tell you, whatever you ask in prayer, believe that you have received it, and it will be yours. St. Mark chapter 11, verse 24. We begin with the sign of the cross. In the name of the Father, and of the Son, and of the Holy Spirit. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done on earth as it is in heaven. Give us this day our daily bread, and forgive us our sins, as we forgive those who sin against us. Lead us not into temptation, but deliver us from evil. For thine is the kingdom, the power, and the glory, forever and ever. Amen. Hail Mary, full of grace, the Lord is with thee. Blessed art thou amongst women, blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Psalms 121. I lifted my eyes to the mountains. Where does my help come from? My help comes from the Lord, the maker of heaven and earth. He will not let your foot slip. He who watches over you will not slumber. Indeed, he who watches over Israel will neither slumber nor sleep. The Lord watches over you. The Lord is your shade at your right hand. The sun will not harm you by day, nor the moon by night. The Lord will keep you from all harm. He will watch over your life. The Lord will watch over your coming and going, both now and forevermore. Praise be to the Lord. യേശുവേ നിൻപാദം കുമ്പിടുന്നേ യേശുവേ നിൻപാദം കുമ്പിടുന്നേ യേശുവേ നിൻപാദം കുമ്പിടുന്നേ നിസ്തുല സ്നേഹത്താലേ ക്രിസ്തുവേ എന്നെയും നീ നിന്മകനാക്കുവാൻ തിന്മകൾ നീക്കുവാൻ നിന്മഹിമ വെടിഞ്ഞോ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യേശുവേ നിൻപാദം കുമ്പിടുന്നേ സ്നേഹത്തിനാഴി തന്നിൽ മുങ്ങി ഞാനിന്നു മന്നിൽ ആമേയം മാറിയും ആനന്ദമേറിയും വാഴുന്നു ഭീതിയെന്നെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യേശുവേ നിൻപാദം കുമ്പിടുന്നേ എന്നുമേ ഞാനിനിയും നിന്നോടെ സ്വന്തമത്രേ ഒന്നുമേ ശക്തമൽ ബന്ധം മാറ്റുവാൻ എന്തൊരു ഭാഗ്യമിത് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യേശുവേ നിൻപാദം കുമ്പിടുന്നേ ഭൂതലം വെന്തുരുകും താരകങ്ങൾ മാറയും അന്നുമെന്നേശുവിൻ അൻപിൻ കരങ്ങളിൽ സാധു ഞാൻ വിശ്രമിക്കും ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യേശുവേ നിൻപാദം കുമ്പിടുന്നേ യേശുവേ നിൻപാദം കുമ്പിടുന്നേ യേശുവേ നിൻപാദം കുമ്പിടുന്നേ. Psalms 91. ബാരക്കുമോ അത്യുന്നതനെ വളർന്നിരിക്കുന്നവനും ദൈവത്തിനുള്ളിൽ മഹത്വപ്പെടുന്നതുമായ മനുഷ്യ, നീ കർത്താവിനോട് എന്റെ ശരണവും എന്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവം നീ ആകുമെന്ന് പറയുക. എന്തെന്നാൽ അവൻ മൃതന്റെ കനിയിൽ നിന്നും മൃതസംസാരത്തെ എന്നെ രക്ഷിക്കും. അവൻ തന്റെ തോൽ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചിറകുകൾക്കിൽ നീ മറയ്ക്കപ്പെടും.
അവന്റെ സത്യം നിന്റെ ചുറ്റിലും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പിറക്കുന്ന അസത്തിൽ നിന്നും വീട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലൂർന്ന കാറ്റിലും നിന്നെ ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്ത് 1000-ങ്ങളും നിന്റെ വലത്തെ ഭാഗത്ത് 10,000-ങ്ങളും വീഴും. അവർ നിങ്കിലേക്ക് അടിക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണിൽ കൊണ്ട് തന്നെ കാണും. ദുഷ്ടന്മാരുടെ പ്രതിഫലത്തെ നീ കാണും. എന്തെന്നാൽ ഇരങ്ങളിൽ വാത്സല്യമാക്കിയ ശരണമായ കർത്താവ് നീയാവുന്നു. ദോഷങ്ങളോട് അടുക്കുകയില്ല, ശിശുവിന്റെ കൂടാരത്തിൽ സംഭവിക്കുകയില്ല. എന്നാൽ തല ഒഴിവിനെ കാക്കലിനായിട്ട് അവൻ തന്നെ മാലാഖമാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാനായിട്ട് അവർ തങ്ങളുടെ ഭുജങ്ങളിൽ നിന്നെ വഹിക്കും. ഊർജ്ജ സർപ്പത്തെയും ഹെർമോന സർപ്പത്തെയും നീ ചവിട്ടും. സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അവനെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. അവൻ എന്റെ നാമം പറഞ്ഞതുകൊണ്ട് എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരിക്കും. അവനെ ഞാൻ ബലപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യും. ദീർഘായുസ്സോടെ ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ദൈവമേ, സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. ഭാരതമാകുന്നു. Let's bow our heads in prayer. Lord Heavenly Father, we thank you for bringing us together for yet another Saturday communion in your name. As you've stated, Lord, when two or more come together in prayer, you will be in their midst. Likewise, Lord, we request you to shower your abundant blessings upon the prayers put forth by the prayer warriors every Saturday. We thank you, Lord, for taking care of the daily needs of our home thus far, and we beseech you to continue to shower your blessings upon this home and all those who are supporting this noble cause. Lord, we praise you, we adore you, we glorify your holy name. We submit all our projects into your hands: the home for the homeless, our community kitchen, the roof for the roofless project, our ambulance services, the palliative care hospital, our retreat center come church, the burial ground where we propose to put a vault to give a decent funeral to our inmates, and the rice collection program. We also seek your guidance as we speak to the world through our magazine, Insider. We hope our heart will bring people closer to nature and imbibe the qualities of simple living, thereby opening their minds and hearts to give more to the needy. As we pray the Lord's Prayer to give us this day our daily bread, we seek your blessings, Lord, so that all the daily needs of the Marian home and all its projects are fulfilled. We submit all these requests into your mighty hands, Lord Jesus. As St. Matthew 19:26 states, with God all things are possible. We trust in you, Lord Jesus. Amen. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സെന്റ് ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സസ് 27 to 36. എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിൽ ഉണ്ട്. സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ അപ്രത്യക്ഷമായി. അവൻ യെരുശലേമിൽ പ്രാപിക്കുവാനുള്ള നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോടുകൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുഴി ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു. ഇത് പറയുമ്പോൾ ഒരു മേഘം ഒന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുവേൻ എന്ന് ഒരു ശബ്ദമുണ്ടായി. നേരത്തെ യേശുവിനെ തനിയെ കണ്ടു. അവർ കണ്ടത് ഒന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു. യേശു ക്രിസ്തുവേ, ഞങ്ങളോട് നീ സംസാരിച്ചാലും നീ മാത്രമാണ് ദൈവം എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തു തെറ്റാത്ത ആയുധമാണ് പ്രാർത്ഥനയും ഉപവാസവും എന്ന ആമുഖത്തിൽ ഓർപ്പിക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പ്രാർത്ഥനയിൽ ലഭിക്കുമെന്നും ഓർപ്പിക്കുന്നു.
ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ളതാണ് വായിച്ചത്. 29-30 പറയുന്നത്, യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി മലയിൽ കയറി പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന്റെ മുഖഭാവം മാറി, വസ്ത്രം മിന്നുന്ന വെളുപ്പായി തീർന്നു. യുഗങ്ങൾക്ക് മുമ്പ് വേർപെട്ടതായ മോസസും ഏലിയാസും യേശുവിനോട് സംസാരിച്ചിരുന്നു. He climbed into the mountain to pray with his disciple Peter, James and John. Immediately his face appearance transfigured and his garments became white and shiny. And the Moses and Elijah were talking with Jesus. ഇങ്ങനെ നമ്മുടെ ജീവിതത്തില് ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം മുട്ടിന്മേൽ നിന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുന്നതാണ്. എപ്രകാരം യേശു പ്രാർത്ഥിച്ചപ്പോഴേ മുഖഭാവം രൂപാന്തരപ്പെടുകയും അവന്റെ വസ്ത്രത്തിന്റെ നിറം മാറുകയും മിന്നുന്ന വെളുപ്പായി തീർന്ന പ്രകാരം ഏത് ജീവിതത്തിന്റെ ഇരുണ്ട മേഖലകളെല്ലാം പ്രകാശിക്കുന്നതാകും പ്രാർത്ഥനയുടെ സമയമെന്ന് അച്ഛൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെല്ലാം ഇന്ന് ഓർക്കുന്നു, പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് എല്ലാം 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 സാധ്യതമാകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 9:21 പറഞ്ഞ പ്രകാരം യേശു പറയുന്ന കാര്യമുണ്ട്, പിശാചിനെ പോലും മാറ്റുവാൻ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. സോ പിതാക്കന്മാർ പറഞ്ഞ പ്രകാരം it is unveiled weapons against all our problems എന്ന് ഓർപ്പിക്കുന്നു. Best example I remember day for yesterday it happened that one of our church member far away bought a house. Then he wanted to bless the house or housewarming on today 5:30. But yesterday they went to their newly bought house and wanted to open the house, the key. But suddenly they thought of, why not they call Achan? And Achan to pray, then enter in the house. No connection, no relationship about that. They are going to that house or they are entering the house. Then I was at work. They called me 2 times, but I couldn't attend the telephone. Then, but something inspired me. Somebody called you. Then I went to the activity room and on the telephone, what I saw 2 missed call, red colored. Immediately I contacted. They were so happy, they connected. They were telling that they were waiting for Achan to pray. Then only they wanted to enter into their home. Today evening is the housewarming. Then I asked them to bow the heads and we pray and submitted to Jesus Christ and entrusted Jesus' hand to them to open the house. I conclude that this is a very correct example. The miracles always take place. It's not telephonic incident. It is God's Holy Spirit in the prayer time. They wanted to get the prayer. They connected to long distance telephone. But God inspired Achan to go. Somebody is calling you. But I opened the telephone, we prayed together. So that is the effect of prayer. A great changes in our life. So I request one and all our problem, solution, one area on our knees. Pray to God. God's words, St. John chapter 14:14. എന്നോട് എന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നതെല്ലാം ഞാൻ ചെയ്തു തരുമെന്ന്. Anybody pray in my name to me, I will do it. That God words, God words, God words. May God bless you all. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ദൈവാത്മാവിൽ നിറഞ്ഞ സഹവാസവും സംബന്ധവും എല്ലാം യേശു എന്ന രക്ഷക കണ്ണുനീരാലെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ കരം നീട്ടി ഈ പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ട മക്കളുടെ മേലും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും
ഇതിനൊരു തുള്ളി വെള്ളം തന്ന് സഹായിക്കുന്നവരുടെ മേലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഞാനൂറ